എൻ്റെ പേര് സുഹിത്ത്, ഇതെൻ്റെ ഫ്രണ്ട് റോഷനാണ്. ഞങ്ങൾ രണ്ടും ചെറിയൊരു ബിസിനസ് ചെയ്തിട്ട് അതിനെ കിട്ടിയൊരു ക്യാഷും കൊണ്ട് വന്നതാണ് ഇവിടെ. ചെറിയ റെയിൻകോട്ടിൻ്റെ പിന്നെ കച്ചവടമായിരുന്നു. അപ്പം അതിന് ഞങ്ങളൊരു ടോട്ടൽ ഒരു 500 പീസ് റെയിൻകോട്ട് എടുത്ത് ഒരു റെയിൻകോട്ടിന് 10 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റും കൂടെ കിട്ടുന്നത് ഇവിടെ കൊണ്ട് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ മൊത്തം ഞങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചില്ല, കുറച്ച് മാത്രമേ വിൽക്കാൻ സാധിച്ചുള്ളൂ. ഞങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലിയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് സ്നേഹക്കൂട്ടിൻ്റെ കുറേ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതിന് നമ്മൾ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് മൊത്തം വിൽക്കാൻ സാധിച്ചില്ല, എന്നാൽ പോലും നമുക്ക് വിറ്റിട്ട് അത്രയും ക്യാഷ് ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് ബാക്കി ഒരു 150 പീസ് മാത്രമേ നമ്മൾ വിൽക്കാൻ സാധിച്ചുള്ളൂ. ബാലൻസ് ഉള്ളൊരു ടോട്ടൽ 350 പീസും കൂടെ ഉണ്ട്. അപ്പോൾ അത് വിറ്റിട്ട് എപ്പോഴും കൂടെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം എന്നെ അതിനുള്ള സിറ്റുവേഷനിലല്ല. ഇപ്പം ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ എന്തിനും ഫ്രീ ടൈം വിറ്റിട്ട് ഇത് വീണ്ടും കൊണ്ട് കൊടുക്കണമെന്നുണ്ട്. ചേച്ചിയായാലും നല്ല വലിയൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയോ ഒരു പ്രായമായ അമ്മമാരെ നോക്കുക, അച്ഛന്മാരെ നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്യാഷും എല്ലാം കാര്യത്തിലും ആവശ്യമുള്ള കാര്യമാണ്. വെച്ചാൽ അവരുടെ ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും എല്ലാം നമ്മൾ നോക്കണം. ഇത്രയും പ്രായമുള്ളവരെ പരിചരിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മാസം ഒരു ചെക്കപ്സും കാര്യങ്ങളും ടാബ്ലറ്റ്സും എല്ലാം ഒക്കെ വേണം. ഒട്ടുമിക്ക ആൾക്കാരെയും ആരോഗ്യമൊക്കെ നല്ലതായിട്ടുള്ളവരല്ല. അപ്പം അതെല്ലാം നോക്കി നടത്തി കൊണ്ടുവന്ന വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് തോന്നിയത് ജസ്റ്റ് നമ്മളിപ്പം സാധാരണ എല്ലായിടത്തും കണ്ടിട്ടുള്ള രീതിയിലുള്ള ഓർഫനേജ് ഉണ്ട്. ചെറിയൊരു ഒരു ബിൽഡിങ്ങിനകത്ത് കുറേ ആൾക്കാരെ ജസ്റ്റ് പാർപ്പിച്ചിട്ട് വലിയ ഫുഡും അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഓർഫനേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവരുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വരുന്ന വഴിയൊക്കെയാണ് തന്നെ ഈ ഒരു സ്ഥാപനം ഇരിക്കുന്ന സ്ഥലം തന്നെയാണ് ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ളൊരു സ്ഥലമാണ്. എന്നിട്ട് ഒരു നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് ഇത് കൊണ്ട് വെച്ചത് തന്നെ വലിയൊരു കാര്യം. ഇവിടെ വന്നിട്ട് അവിടുത്തെ അമ്മമാർ നമ്മൾ ഓർക്കുന്ന എല്ലാവരും വെറുതെ ഇരിക്കുമായിരിക്കും, ഒരു സന്തോഷം ഹാപ്പിനെസ് ഒന്നും ഇല്ലായിരിക്കും. കാണിച്ചാൽ കുറേ ആൾക്കാർ ഉപേക്ഷിച്ച് ഇവിടെ വന്നവരായിരിക്കുമല്ലോ, അവർക്ക് സന്തോഷ കാര്യങ്ങളൊന്നും തന്നെ കാണില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടെ തന്നെയാണ്. അവർ സ്വന്തം മക്കളിട്ട് പോയവരാണെങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്ന അവരുടെ ഫാമിലിയുടെ കൂടെ കാട്ടിയും കൂടുതലും ഇവിടെ ആയിരിക്കും. പക്ഷെ ഇവിടെ വന്നാൽ എനിക്ക് കുറച്ച് അമ്മമാരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ചെറുപ്പത്തിൽ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ആലോചിച്ച് പോയി. അമ്മാതിരി രീതിയിലുള്ള ഡാൻസാണ് അവർ കളിക്കണത്. ഈ പ്രായത്തിൽ അവർ ഇത്ര എനർജറ്റിക് അത് ചെയ്യുന്നത് തന്നെ വളരെ വലിയൊരു കാര്യം. അത് ഇവരുടെ ഒരു ചേച്ചിയുടെയും ഈ ഒരു മെമ്പേഴ്സിൻ്റെയും ഇവിടെ നടത്തുന്ന മെമ്പേഴ്സിൻ്റെയും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. വെച്ചാൽ അവർ ഇത്രയും ക്രിയേറ്റീവായിട്ട് കൊണ്ടുപോകുക തന്നെ, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ ചെയ്യിപ്പിക്കുക. ഈ പ്രായത്തിലും തുള്ളിച്ചാടി ഇങ്ങനെയൊക്കെ നടക്കുക എന്ന് പറയുന്ന പ്രായത്തിൽ വലിയ കാര്യമാണ്. ഇവിടെ വന്നപ്പം വളരെയധികം സന്തോഷമായി. വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറം ഒരു എൻജോയ്മെൻറ്റും ഫ്രീഡവും എല്ലാം ഉണ്ട് ഈ ഒരു സ്ഥലത്ത്. അപ്പം നല്ലൊരു മറ്റുള്ള ഓർഫനേജ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും ഭയങ്കര സന്തോഷവും ഇടയ്ക്ക് ഒരു വിഷമവും തോന്നി. അങ്ങനെയൊക്കെ ടോട്ടലി ഇത് ഫീൽ ചെയ്ത സ്ഥലമാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിനൊക്കെ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസയൊന്നും കൈ വേണമെന്നില്ല ഇവിടെ വരാനായിട്ട്. പൈസ ഇല്ലാണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ പലരും എല്ലാം തികഞ്ഞവർ തന്നെയാണ്. ഇവിടെ വന്നാൽ ഇത് മനസ്സിലാവും. ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നിങ്ങളെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കുറച്ച് നേരത്തേക്ക് മറക്കും. കുറച്ച് നേരം നിങ്ങൾ പറ്റുവാണെങ്കിൽ പൈസ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെയുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക. നിങ്ങളുടെ പകുതി പ്രശ്നങ്ങളും തീരും. നിങ്ങളുടെ ഒരു പോസിറ്റീവ് മൈൻഡായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു പോകത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നേടണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ തോന്നും. ഇനി ഇവിടെ കൊണ്ടുവന്ന് എനിക്കിപ്പം ചെറിയൊരു എമൗണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ എനിക്കിത് വീണ്ടും കുറച്ച് നല്ല രീതിയിൽ ഒരു തുക കൊടുക്കണം എന്നുണ്ട്. പറ്റുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പം ഈ ജോലി കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്നാലും ഞാനൊരു ദിവസം വിജയിക്കുമ്പം ഉറപ്പായിട്ട് ഇവിടെയും വന്ന് അതിനെ പറ്റുന്ന രീതിയിൽ സഹായം ചെയ്യുകയും ചെയ്യും.